നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയും സൗദിയും ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവച്ചു. കരാറിൽ ഒപ്പുവച്ചത് സൗദി ഹജ്ജ് ഉംറ കാര്യമന്ത്രിയും ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവും. കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം തുടരുന്നു. ഗൂഗിൾ ക്ലൗഡിന് ശേഷം കുവൈറ്റിൽ ആസ്ഥാനം സ്ഥാപിക്കാൻ മൈക്രോസോഫ്റ്റും. ഇതിനായി കുവൈറ്റ് അംഗീകാരം നൽകിയതായി റിപ്പോർട്ട്. കമ്പനിക്ക് പ്രവർത്തനം അനുവദിച്ചിരിക്കുന്നത് 30 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ. ദുബായിലെ ഷിന്തഗ ഇടനാഴി നവീകരണ പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ പാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. 605 മീറ്റർ നീളമുള്ള പാലത്തിലൂടെ 2 വരികളിലായി മണിക്കൂറിൽ 3200 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാം. പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അബുദാബിയിലെ സ്കൂളുകൾക്ക് ഇനി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ അനുമതി വേണം. ഓൺലൈനായി നടത്തുന്ന പരിപാടികൾക്കും അനുമതി നിർബന്ധം. സ്കൂളുകൾക്ക് പുറത്ത് സംഘടിപ്പിക്കുന്ന പരിപാടികൾക്കും മുൻകൂർ അനുമതി വേണം. ബിരുദദാന ചടങ്ങുകൾക്ക് പ്രത്യേക ഫീസ് ഈടാക്കാൻ പാടില്ലെന്നും നിബന്ധന. നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ചു. പോരാട്ടം പിണറായിസത്തിനെതിരെയെന്ന അൻവർ. VD സതീശനെതിരായ അഴിമതി ആരോപണം ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ടെന്നും മാപ്പ് പറയുന്നുവെന്നും അൻവർ. നിലമ്പൂരിൽ മത്സരിക്കില്ല. UDFന് നിരുപാധിക പിന്തുണയെന്നും വിശദീകരണം. നിലപാട് സ്വാഗതം ചെയ്ത് UDF നേതാക്കൾ. മകരവിളക്കിനൊരുങ്ങി ശബരിമല. സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണം. സന്നിധാനത്ത് ഭക്തജന തിരക്ക്. തീർത്ഥാടകരെ കടത്തിവിടുന്നതിൽ നിയന്ത്രണം. തിരുവാഭരണ ഘോഷയാത്ര ലാഹാവനം സത്രത്തിൽ. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവച്ചു. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സൗദി ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൈഫ് ബിൻ ഫയസാൻ അൽ റബിയ, ഇന്ത്യൻ പാർലമെന്ററി ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. ഒപ്പുവയ്ക്കൽ ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ ഖാൻ, ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, ഹജ്ജ് കോൺസുൽ അബ്ദുൾ ജലീൽ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ഇന്ത്യക്കായി നേരത്തെ അനുവദിച്ച ഹജ്ജ് ക്വാട്ടയായ 1,75,025 തീർത്ഥാടകർ എന്നത് തന്നെയാണ് ഈ വർഷവും അനുവദിച്ചിരിക്കുന്നത്. 5 ദിവസം നീളുന്ന വിവിധ ദൗത്യങ്ങൾക്കായി കഴിഞ്ഞ ദിവസം സൗദിയുടെ തലസ്ഥാനമായ നഗരമായ റിയാദിൽ വന്നിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റ് ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഇരു രാജ്യങ്ങളിലെയും മന്ത്രിമാർ ഒപ്പുവച്ചു. ജിദ്ദ സൂപ്പർ ഡോമിൽ ഇന്നു മുതൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ഹജ്ജ് ഉംറ എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് പരിപാടികളിൽ മന്ത്രി കിരൺ റിജിജു സംബന്ധിക്കും. ഈ പരിപാടിയിൽ കേരളത്തിൽ നിന്ന് ക്ഷണിതാവായി ഡോക്ടർ ഹുസൈൻ മടവൂരും പങ്കെടുക്കും. മക്ക മേഖലാ ഗവർണർ പ്രിൻസ് ഖാലിദ് അൽ ഫൈസൽ, മദീന ഗവർണർ പ്രിൻസ് ഫൈസൽ ബിൻ സൽമാൻ എന്നിവരെയും മന്ത്രി കിരൺ റിജിജു സന്ദർശിക്കും. മദീനയിൽ മസ്ജിദ് ഖുബ, മസ്ജിദ് ഖിബ്ലതൈൻ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും. ഹജ്ജ് മിഷൻ ഓഫീസ് അടക്കമുള്ള സൗകര്യങ്ങളും മന്ത്രി സന്ദർശിക്കും. കുവൈറ്റിലെ കമ്പനികൾ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് ഏറ്റവും പുതിയ ബിസിനസ് സർവേ. ഞെരുക്കമുള്ള മാർജിനും വർദ്ധിച്ചുവരുന്ന ബിസിനസ് ചെലവുകളും തൊഴിൽ നിലവാരത്തെ ബാധിക്കുന്നു. കുവൈറ്റിൽ ഡിസംബറിൽ തൊഴിൽ കണക്കുകൾ നിശ്ചലമായിരുന്നു. വർദ്ധിച്ചുവരുന്ന ഡിമാൻഡ് നിലനിർത്താൻ കമ്പനികൾ പാടുപെടുന്നതിനാൽ ജോലികൾ പൂർത്തിയാക്കാത്ത അവസ്ഥയുണ്ട്. ഈ വെല്ലുവിളികൾക്കിടയിലും കർക്കശമായ ബജറ്റ് കാരണം അധിക തൊഴിലാളികളെ നിയമിക്കുന്നതിന് വിഭവങ്ങൾ അനുവദിക്കുന്നത് കമ്പനികൾക്ക് ബുദ്ധിമുട്ടാണ്. കുവൈറ്റിന്റെ തൊഴിലില്ലായ്മ നിരക്ക് 2023-ൽ 2.3%. എന്നാൽ ബിസിനസ് വളർച്ചയ്ക്ക് അനുസൃതമായി സ്റ്റാഫിംഗ് ലെവലുകൾ നിലനിർത്തുന്നതിൽ കമ്പനികൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കുവൈറ്റിൽ വ്യാജ വർക്കിംഗ് പെർമിറ്റുകൾ പകരമായി സ്വദേശികളിൽ നിന്ന് $250 വരെ ഈടാക്കി തട്ടിപ്പ് നടത്തിയതിന് ഒരു ലബനീസ് വ്യവസായിയെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം. തട്ടിപ്പുകാരനെ കൈകാര്യം ചെയ്യുന്നതിനെതിരെ ഒരു ലബനീസ് വ്യക്തി തന്റെ സ്വദേശികൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോ ഓൺലൈനിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുവൈറ്റിൽ മനുഷ്യക്കടത്ത് തടയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അറസ്റ്റ് നടന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു.
ഗൂഗിൾ ക്ലൗഡിന് ശേഷം വിവരസാങ്കേതിക രംഗത്തെ ആഗോള ഭീമൻ കമ്പനിയായ മൈക്രോസോഫ്റ്റും കുവൈറ്റിൽ ആസ്ഥാനം സ്ഥാപിക്കുന്നു. ഇതിനായി കുവൈറ്റ് ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അധികൃതർ അംഗീകാരം നൽകിയതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിലെ ഡിജിറ്റൽ പരിവർത്തന രംഗത്തെ മാറ്റങ്ങൾക്കും ഈ രംഗത്ത് ആഗോള വൈദഗ്ധ്യത്തിന്റെ പ്രയോജനം നേടുന്നതിനുമുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. 1 മില്യൺ ദിനാറിന്റെ മൂലധനത്തിൽ 1 ലക്ഷം ഷെയറുകളായാണ് നിക്ഷേപം വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. 30 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് കമ്പനിക്ക് പ്രവർത്തനം അനുവദിച്ചിരിക്കുന്നത്. ഇരുകക്ഷികളുടെയും അടിസ്ഥാനത്തിൽ കരാർ നീട്ടാവുന്നതാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പ്രവർത്തനങ്ങൾ, ഡാറ്റ പ്രോസസ്സിംഗ്, വെബ്സൈറ്റ് ഹോസ്റ്റിംഗ്, കമ്പ്യൂട്ടർ വൈദഗ്ധ്യ പരിശീലനം, കമ്പ്യൂട്ടർ സാങ്കേതിക സേവനങ്ങൾ മുതലായ സേവനങ്ങളാണ് മൈക്രോസോഫ്റ്റ് കുവൈറ്റിൽ നടത്തുക. ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലേക്ക് UAE നിക്ഷേപ മന്ത്രി മുഹമ്മദ് ഹസൻ അൽ സുവൈദിയെ സംസ്ഥാന വ്യവസായ മന്ത്രി P രാജീവ് ഔദ്യോഗികമായി ക്ഷണിച്ചു. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്, KSIDC മാനേജിംഗ് ഡയറക്ടർ ഹരി കിഷോർ, വ്യവസായ വകുപ്പ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂല തോമസ്, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ദുബായ് നഗരത്തിലെ പ്രധാന പ്രദേശമായ ഷിന്തഗ ഇടനാഴി നവീകരണ പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ പാലം റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. 4 ഘട്ടങ്ങളിലായി നടക്കുന്ന നവീകരണ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ളതാണ് പുതിയ പാലം. അൽമിന സ്ട്രീറ്റ്, ഷെയ്ഖ് റാഷിദ് റോഡ് എന്നിവയുടെ ജംഗ്ഷനിൽ നിന്ന് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിന്റെയും ഷെയ്ഖ് റാഷിദ് റോഡിന്റെയും ജംഗ്ഷനിലേക്കുള്ള ഗതാഗതം പുതിയ പാലം തുറന്നതോടെ സുഗമമാകും. 605 മീറ്റർ നീളമുള്ള പാലത്തിലൂടെ 2 വരികളിലായി മണിക്കൂറിൽ 3200 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകും. അൽഷിന്തഗ ഇടനാഴി നവീകരണ പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ ആകെ 3.1 കിലോമീറ്റർ നീളമുള്ള മണിക്കൂറിൽ 19,400 വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ ശേഷിയുള്ള 4 പാലങ്ങളുടെ നിർമ്മാണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാഠ്യേതര പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇനി മുതൽ അബുദാബിയിലെ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പിന്റെ അനുമതി വേണം. ഓൺലൈനായോ അല്ലാതെയോ സ്കൂൾ അധികൃതർ നടത്തുന്നതും പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളോ സംഘടനകളോ സ്കൂളുകളിൽ നടത്തുന്ന പരിപാടികൾക്കും അനുമതി ആവശ്യമാണ്. സ്കൂളുകൾക്ക് പുറത്ത് അതത് വിദ്യാലയങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്കും മുൻകൂർ അനുമതി ആവശ്യമാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ നേരത്തെ തയ്യാറാക്കി അനുമതി തേടണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. പതിവായി നടക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് 15 ദിവസം മുൻപും പുറത്തുനിന്നുള്ള അതിഥികളെ ക്ഷണിച്ചുള്ള പരിപാടികൾക്ക് 1 മാസം മുൻപും അനുമതി തേടണം. ബിരുദദാന ചടങ്ങുകൾക്ക് പ്രത്യേക ഫീസ് ഈടാക്കാൻ പാടില്ല എന്നും നിബന്ധനകളിൽ വ്യക്തമാക്കുന്നു. Amritam co-powered by Bharat Lachna Multi-State Housing Cooperative Society Limited. Swamiye Sharanayappo. മകരവിളക്ക് നാളെ. മകരവിളക്ക് ഉത്സവത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം പൂർണ്ണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിക്കും തിരക്കും ഉണ്ടാക്കാതെ ഭക്തർ സ്വയം നിയന്ത്രിച്ച് സഹകരിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. മകരവിളക്ക് ദർശിക്കാൻ 2 ലക്ഷത്തോളം ഭക്തരെയാണ് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മകരവിളക്ക് ദിനത്തിൽ വെർച്വൽ ക്യൂ വഴി 40,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 1000 പേർക്കും മാത്രമാകും പ്രവേശനം. 10 മണി മുതൽ പമ്പയിലേക്ക് വാഹനവും 12 മണി കഴിഞ്ഞാൽ ഭക്തരെയും കടത്തിവിടില്ല. 5:30 തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിയിൽ നിന്നും സന്നിധാനത്തേക്ക് സ്വീകരിച്ചാനയിക്കും. ദേവസ്വം മന്ത്രി VN വാസവനൊപ്പം തമിഴ്നാട് ദേവസ്വം മന്ത്രിയും ചേർന്നാകും തിരുവാഭരണം കൊടിമരച്ചുവട്ടിൽ സ്വീകരിക്കുക. മകരവിളക്കിന് ശേഷം മറ്റന്നാൾ രാവിലെ 6 മണി കഴിഞ്ഞു മാത്രമേ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. 15 രാവിലെ 11 മണിക്ക് ശേഷം മാത്രമേ സ്പോട്ട് ബുക്കിംഗും ഉണ്ടാകൂ. തിരുപ്പതി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മകരവിളക്ക് കണ്ട് മലയിറങ്ങുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാക്കാതെ ഭക്തർ സ്വയം നിയന്ത്രിച്ച് സഹകരിക്കണമെന്നും PS പ്രശാന്ത് അറിയിച്ചു. മകരവിളക്ക് ദിവസമായ നാളെ രാവിലെ 10 മുതൽ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് KSRTC ബസ്സുകൾക്ക് നിയന്ത്രണമുണ്ടാകും. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിനാൽ നാളെ ഉച്ചയ്ക്ക് 12-ന് ശേഷം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടില്ല. മകരവിളക്കിന് ശേഷം ജ്യോതി ദർശനം കഴിഞ്ഞ് പമ്പയിലേക്ക് മടങ്ങുന്ന ഭക്തർ പോലീസിന്റെ നിർദ്ദേശം കർശനമായി പാലിക്കുന്നതിനൊപ്പം തന്നെ സ്വയം നിയന്ത്രിച്ചും സഹകരിച്ചാൽ മാത്രമേ വനപാതയിലൂടെ സുരക്ഷിതമായി എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. 17 വരെയാണ് തിരുവാഭരണം ചാർത്തി ദർശനമുണ്ടാവുക. 19-ന് ഭക്തർക്കുള്ള ദർശനം അവസാനിക്കും. 20-ന് നടയടയ്ക്കും. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല സന്നിധാനത്ത് ശരണാരവ മുഖരിതമായി പർണശാലകൾ. മകരജ്യോതി ദർശിക്കാനെത്തിയ ഭക്തർ പർണശാലകൾ ഒരുക്കി സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരിവച്ചിരിക്കുകയാണ്. പർണശാലകളിൽ പാചകം പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. പച്ചിലകളും മരച്ചില്ലകളുമൊക്കെ ചേർത്തുവെച്ചുള്ള പരമ്പരാഗത പർണശാലകൾ കാണാനില്ല.
പ്ലാസ്റ്റിക്കും പടുതയും തുണിയുമൊക്കെ കൊണ്ട് നിർമ്മിച്ചവയാണ് ഇന്നേറെയും. പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന മകരവിളക്ക് തൊഴണം. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കണം. അതിനീ പരിമിതികളൊന്നും ഇവർക്ക് പ്രശ്നമേയല്ല. പല ദേശം താണ്ടി വന്നവർ ഒരു മനസ്സോടെ ആ പുണ്യനിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. മകരവിളക്ക് കാണാൻ വേണ്ടി വന്നേ? അതെ അതെ. എത്ര പേര് അടങ്ങുന്ന ടീമാ വന്നേ? ഞങ്ങള് 16 ആള്, 19 ആള്. വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, സുഖമായി, സന്തോഷായി, സൗകര്യമൊക്കെ കിട്ടി, നന്നായി. ഭഗവാനെ കണ്ട സന്തോഷായി. മകരവിളക്ക് കഴിഞ്ഞിട്ട് പോവാ. മകരവിളക്ക് കഴിഞ്ഞിട്ട് പിറ്റന്നാൾ ഇറങ്ങണല്ലോ. സന്തോഷായി. പരിമിതികളിലും ആവും വിധം ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും அசௌகரியங்களிலே அதிருப்தி சிலர் துறந்தடிക്കുന്നു. இங்கே சௌகரியங்கள் பத்தாது. சௌகரியங்கள் சுத்த சௌகரியங்கள் கிடையாது. மெயின் அன்னதானம். மற்ற கடையில் உள்ள விலைவாசி ஜாஸ்தி. எதுன்னு தொட்டாலும் 100 ரூபாய். 100 ரூபாய்க்கு குறைவில்லாத ஐட்டம் எதுவும் கிடையாது. சாயா 13 ரூபாய்க்கு விற்ற சாயா 20 ரூபாய். பாத்ரூம் 20 ரூபாய். எதுனுமே 20 ரூபாய் தான். இது கவர்மெண்ட் திருவிதாங்கூர் தேவஸ்வம் போர்டு இந்த விலைவாசியின் குறைவு பக்தர்களுடைய கவனத்துக்கு கொண்டு போய் ഈ വിലവാസി ഉയർവ് കണ്ടിച്ച് നല്ല ഒരു ബത്തൽ വരും സൗകര്യങ്ങൾ ചെയ്തു തരുമാറ് അൻപോടും കേട്ടുകൊള്ളുന്നു. മകരവിളക്ക് ദർശിക്കാനെത്തുന്ന ഭക്തർ സന്നിധാന പരിസരത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് അടുപ്പ് കൂട്ടരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. പകരം പാണ്ടിത്താവളത്തിലും സമീപ വ്യൂ പോയിന്റുകളിലും തമ്പടിക്കുന്ന ഭക്തർക്കായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അന്നദാന വിതരണം നടത്തും. ഇതിനായി പാണ്ടിത്താവളത്തിൽ 2 താൽക്കാലിക അന്നദാന മണ്ഡപങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന പുണ്യജ്യോതി ദർശിക്കാൻ ശരണാരവങ്ങളോടെ പർണശാലകളിൽ ഇന്നേ കാത്തിരിപ്പ് തുടങ്ങുകയാണ് ഈ അയ്യപ്പ ഭക്തന്മാർ. പണ്ടിത്താവളത്തിൽ നിന്നും രാജേഷ് താവലോട്ടിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, സന്നിധാനം. മകരജ്യോതി ദർശനത്തിന് ഇടുക്കി ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി. ജില്ലയിൽ മകരജ്യോതി ദർശിക്കാൻ കഴിയുന്ന പുല്ലുമേട്, പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിലെ അവസാനവട്ട ഒരുക്കങ്ങൾ ജില്ലാ കലക്ടറും ജില്ലാ പോലീസ് മേധാവിയും വിലയിരുത്തി. സമഗ്രമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത്. 8 ഡിവൈഎസ്പിമാർ, 19 ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ 1200 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു. റവന്യൂ വകുപ്പിന്റെ സഹായത്തോടെ 40 ആസ്ക ലൈറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട്. പുല്ലുമേട് ദുരന്തം അന്വേഷിച്ച ഹരിഹരൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് അറിയിച്ചു. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമായി. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആത്മീയ സംഗമത്തിന് പൗഷ് പൂർണിമ സ്നാനത്തോടെയാണ് തുടക്കമായത്. ഇതുവരെ 60 ലക്ഷം ആളുകൾ സ്നാനം നടത്തിയെന്നാണ് കണക്ക്. മകരസംക്രമ ദിനമായ ഇന്നു മുതൽ മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. ഭാരതത്തിലെ ജനസംഖ്യയുടെ 1/4 വരുന്ന ആളുകൾ ഒരു പ്രദേശത്ത് ഒത്തുകൂടുന്ന അപൂർവ സംഗമം. പുണ്യനദികളായ ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ. പാലാഴി മഥന സമയത്ത് ഭൂമിയിലെ 4 സ്ഥലങ്ങളിലായി അമൃത് വീണെന്നും ആ പ്രദേശങ്ങളിലാണ് കുംഭമേള നടക്കുന്നതെന്നുമാണ് വിശ്വാസം. ഇതനുസരിച്ച് പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് എന്നീ പ്രദേശങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത്. അമൃത വീണ നദികളിൽ സ്നാനം നടത്തിയാൽ ആത്മീയ ചൈതന്യവും വിശുദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ആദ്യ ദിനം 1ാം ഷാഹി സ്നാനവും തുടർന്ന് 45 ദിനരാത്രങ്ങളിലായി വ്യത്യസ്ത സ്നാനങ്ങളും നടക്കും. ധ്യാനവും ഭജനയും ആത്മീയ പ്രഭാഷണങ്ങളും സന്യാസി സംഗമങ്ങളും കലാപരിപാടികളും ഒക്കെയായി സനാതന വിശ്വാസികളുടെ ആത്മനിർവൃതിയെ ഉണർത്തുന്ന ഒത്തുചേരലാണ് മഹാകുംഭമേള. കുംഭമേളയ്ക്കായി വലിയ സജ്ജീകരണങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി മഹാകുംഭമേള എന്ന പേരിൽ 4 മാസത്തേക്ക് പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ അതിഗംഭീരമായ ഒരുക്കങ്ങൾ. ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അണ്ടർ വാട്ടർ ഡ്രോണുകൾ, AI ക്യാമറകൾ, NSG കമാൻഡോകൾ ഉൾപ്പെടെ നഗരത്തിനു ചുറ്റും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രങ്ങളും അഖാഡകളും ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതിനായി അഭിന്നത സുരക്ഷാ ചക്രവ്യൂഹ് എന്ന് വിളിക്കപ്പെടുന്ന ബഹുതല സുരക്ഷാ സംവിധാനവും നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
കുംഭമേളയ്ക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ വിശ്വാസത്തോടും സംസ്കാരത്തോടും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യ മുഹൂർത്തത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. കുംഭമേള എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ ഊർജം കൊണ്ടുവരട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം അധ്യക്ഷനായി നിയമിതനായി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിർണായക പ്രഖ്യാപനവും നടത്തി. പിണറായിസം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാക്കിയ അൻവർ UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും പ്രഖ്യാപിച്ചു. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്തു. രാവിലെ 9:30 MLA ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയ PV അൻവർ നേരെ നിയമസഭാ മന്ദിരത്തിലെത്തി. തന്റെ വാഹനത്തിലെ MLA എന്നെഴുതിയ ബോർഡ് മറച്ചുവെച്ചായിരുന്നു യാത്ര. സ്പീക്കറെ നേരിട്ട് കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചു. അതിനുശേഷം മുൻ MLA ആയി നിയമസഭയിൽ നിന്നും പടിയിറങ്ങി. തുടർന്ന് നേരത്തെ അറിയിച്ചിരുന്നത് പ്രകാരം വാർത്താ സമ്മേളനത്തിനെത്തി. തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വമെടുക്കാൻ MLA സ്ഥാനം തടസ്സമായതിനാൽ രാജി സമർപ്പിച്ചതായി മാധ്യമങ്ങളെ അറിയിച്ചു. എന്നാൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ താൻ മത്സരിക്കില്ല എന്ന നിർണായക പ്രഖ്യാപനവും ഉണ്ടായി. പിണറായിസം അവസാനിപ്പിക്കുക എന്ന തന്റെ ലക്ഷ്യം നിറവേറ്റാൻ UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും വിശദീകരണം. നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഈ സർക്കാരിൻ്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട്. എന്നാൽ തന്റെ സിറ്റിംഗ് മണ്ഡലം ഒഴിയുമ്പോൾ മലയോര മേഖലയിൽ ക്രൈസ്തവരുടെ പ്രാതിനിധ്യം കണക്കിലെടുത്ത മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചു. അതിലുപരി നിലമ്പൂരിലെ കോൺഗ്രസ് നേതാവും തന്റെ എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്തു. ആര്യാടൻ്റെ മകനാ ഉള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്നത് കേട്ടോ. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. TMCയുമായി ആലോചിച്ച ശേഷം UDF പ്രവേശനത്തിനായി ഔദ്യോഗികമായി കത്ത് നൽകുമെന്നും PV അൻവർ അറിയിച്ചു. എന്നാൽ കോൺഗ്രസിലേക്ക് പ്രവേശനം നേടാൻ തുടക്കത്തിൽ നടത്തിയ ശ്രമങ്ങളെ ചില നേതാക്കൾ തടയിട്ടു എന്ന വാർത്തകൾ അൻവർ തള്ളി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി PV അൻവർ. പ്രതിപക്ഷ നേതാവിനെതിരായ അഴിമതി ആരോപണം P ശശി തയ്യാറാക്കി നൽകിയതെന്നാണ് വെളിപ്പെടുത്തൽ. അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനോട് അൻവർ പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് CPMലെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നുവെന്നും അൻവർ വെളിപ്പെടുത്തി. PV അൻവറിന്റെ UDF പ്രവേശനത്തിന് തടസ്സമായി നിലനിന്നിരുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച 150 കോടിയുടെ അഴിമതി ആരോപണമായിരുന്നു. അത് പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന ആവശ്യം ആദ്യമേ തന്നെ കോൺഗ്രസിനുള്ളിൽ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ആ തടസ്സം പൂർണ്ണമായും നീക്കുകയായിരുന്നു PV അൻവർ തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ. അഴിമതി ആരോപണത്തിന് പിന്നിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്ന വെളിപ്പെടുത്തലാണ് അൻവർ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെട്ട 150 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇക്കാര്യം സഭയിൽ ഉന്നയിക്കാൻ P ശശി തന്നെ സ്പീക്കറുടെ അനുവാദം വാങ്ങുകയും ഡ്രാഫ്റ്റ് തയ്യാറാക്കി നൽകുകയും ചെയ്തുവെന്ന് അൻവർ വെളിപ്പെടുത്തി. എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു. അവരെഴുതി തന്ന കാര്യങ്ങൾ ഞാൻ സവിസ്തരം ഞാനൊരു വാക്ക് ചോദിച്ചു. ശശിയേട്ടാ, ഇതിൽ കാര്യം ശരി തന്നെയല്ലേ? പൂർണ്ണമായിട്ടും ശരിയാണ് MLA, നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളെന്ന് പറഞ്ഞു. തനിക്ക് ഏറെ മനപ്രയാസമുണ്ടാക്കിയ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും മാപ്പ് ചോദിക്കുന്നുവെന്നും അൻവർ. ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ്. പിന്നാലെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി അൻവർ നടത്തി. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഓഫീസിനുമെതിരെ നടത്തിയിട്ടുള്ള ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും CPMന്റെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞതോടെ ആ നേതാക്കൾ പിന്മാറിയെന്നും അൻവർ വെളിപ്പെടുത്തി. ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന്. എന്നാൽ CPMലെ ഉന്നത നേതാക്കൾ ആര് എന്ന ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അൻവർ ഉത്തരം നൽകാൻ തയ്യാറായില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
MLA സ്ഥാനം രാജിവെച്ച് പുറത്തുവന്ന PV അൻവർ CPM-ലും കോൺഗ്രസിനുള്ളിലും പുതിയ കരുക്കൾ നീക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിൽ ഉന്നത നേതാക്കൾ പിന്തുണച്ചിരുന്നുവെന്ന് പേര് പറയാതെ വെളിപ്പെടുത്തുന്നതിലൂടെ CPM-നെ സമ്മർദ്ദത്തിലാക്കുന്നു. മാപ്പ് പറഞ്ഞ് UDF-ലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെയും DCC പ്രസിഡന്റിനെയും രണ്ട് തട്ടിലാക്കി കോൺഗ്രസിനുള്ളിലും സമ്മർദ്ദമുണ്ടാക്കുന്നു. അതേസമയം MLA സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയതിലൂടെ UDF പ്രവേശനത്തിന് വേഗത കൂട്ടാനുള്ള തന്ത്രവും അൻവർ പുറത്തെടുക്കുകയാണ്. ഒരേ സമയം CPM-നെയും കോൺഗ്രസിനെയും തളയ്ക്കാനുള്ള കരുക്കൾ പുറത്തെടുക്കുന്ന PV അൻവർ ഇരു പാർട്ടികൾക്കുള്ളിലും കൂടുതൽ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾക്ക് പാർട്ടിയിൽ ഉന്നത ശ്രേണിയിലുള്ളവർ തന്നെ പിന്തുണച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തുമ്പോഴും പേര് പറയാതെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പോർമുഖം തുറന്ന കാലത്തു തന്നെ അൻവറിന് പിന്നിൽ CPM-ലെ പല നേതാക്കളുടെ പേരുകളും ഉയർന്നിരുന്നു. ഇപ്പോൾ അക്കാര്യം ഉറപ്പിച്ചു പറയുമ്പോഴും പേര് പറയാതെ പലരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. പേരുകൾ പിന്നീടൊരിക്കൽ പറയാനുള്ള സാധ്യതയും അൻവർ തുറന്നിടുന്നതിലൂടെ CPM-നെതിരായ കുരുക്ക് വീണ്ടും മുറുക്കുകയാണ്. VD സതീശനെതിരായ ആരോപണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും P ശശിയുടെ തലയിൽ കെട്ടിവെക്കുന്നതിലൂടെ മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷത്തിന് ആയുധം നൽകുകയാണ്. കോൺഗ്രസിലേക്കുള്ള തന്റെ പ്രവേശനത്തിന് പ്രാദേശിക ഘടകങ്ങൾ ഉൾപ്പെടെ തടസ്സമായിരുന്നു എന്നറിയാവുന്ന അൻവർ ആര്യാടൻ ഷൗക്കത്തിനെയും DCC പ്രസിഡന്റ് VS ജോയിയെയും രണ്ട് തട്ടിലാക്കി പാർട്ടിക്കുള്ളിൽ സമ്മർദ്ദമുണ്ടാക്കുന്നു. അതേസമയം മാപ്പ് പറഞ്ഞാലും UDF-ലേക്കുള്ള പ്രവേശനം എത്രത്തോളം ദുർഘടമാണ് എന്നറിയാവുന്ന അൻവർ TMC-യിലൂടെ അതിന് ശ്രമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണമെന്നായിരുന്നു കോൺഗ്രസ് ആദ്യം നിലപാടെടുത്തതെങ്കിലും ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ അൻവറിനെ മുന്നണിയിലെടുക്കാനുള്ള നീക്കം വേഗത്തിലാക്കേണ്ടി വരും. അത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് MLA സ്ഥാനം രാജിവെക്കാൻ അൻവർ നീക്കം നടത്തിയതും. ഒപ്പം മുസ്ലിം ലീഗിന്റെ പിന്തുണയും അൻവർ ഇതിനോടകം നേടിയെടുത്തു കഴിഞ്ഞു. ആൻഫ്ലി ഡിസൂസ, അമൃത ന്യൂസ്. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ MN വിജയന്റെ വീട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ച സംഭവത്തിൽ പ്രതികരണവുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ. തലയെടുത്തു വെട്ടിക്കൊണ്ടു പോകുന്നവരാണ് MN വിജയന്റെ വീട് സന്ദർശിച്ചത്. ജനങ്ങൾ ഇതിനെ പരിഹാസത്തോടെ തള്ളും. അൻവറിന്റെ പാർട്ടി പ്രവേശനം ആദ്യം അൻവർ സന്നദ്ധത അറിയിക്കട്ടെ, അതിനുശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഏത് പാർട്ടിയിലേക്ക് കടക്കണമെന്നുള്ളത് അൻവറിന്റെ സ്വാതന്ത്ര്യമാണെന്നും K സുധാകരൻ കൊച്ചിയിൽ പറഞ്ഞു. അതനുസരിച്ചിട്ട് അൻവറിന്റെ സ്വന്തം മറ്റൊരു വഴിയിലേക്ക് പോകുന്നു. അത് അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരങ്ങൾ പലതും പറയേണ്ടി വരും. അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. UDF-ലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യോ എന്ന് ചോദിച്ചാൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് കോൺഗ്രസ്സാണ് പാർട്ടി. NM വിജയന്റെ കുടുംബത്തെ KPCC കൈവിട്ടാൽ CPM സംരക്ഷിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ടവരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ MV ഗോവിന്ദൻ ആദ്യം തയ്യാറാകണം. അവരെ രക്ഷിച്ചിട്ട് മതി കോൺഗ്രസിനെ ഉപദേശിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ആത്മഹത്യയുടെ വക്കിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. 400 കോടി വയനാട്ടിലെ ആളുകളെ പറ്റിച്ച് ആളുകൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൽ വലിയ അപകടത്തിൽ നിൽക്കുന്ന വീടുകളിൽ പോയി അതിൻ്റെ ബാധ്യത അദ്ദേഹം ഏറ്റെടുക്കുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സമാധി കേസിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങി ഗോപൻ സ്വാമിയുടെ കുടുംബം. കല്ലറ പൊളിച്ചുള്ള പോലീസിന്റെ പരിശോധന പ്രതിഷേധം കണക്കിലെടുത്ത് നിർത്തിയെങ്കിലും പുതിയ തീയതി നാളെ തീരുമാനിക്കും. ഇതിനെതിരെ കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോപൻ സ്വാമി സമാധിയായതായി പുറം ലോകം അറിയുന്നത്. സമാധിയിൽ ദുരൂഹതയുണ്ടെന്ന പരാതിക്ക് പിന്നാലെ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പോലീസും ജില്ലാ ഭരണകൂടവും സ്ഥലത്തെത്തിയെങ്കിലും നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും ചില ഹൈന്ദവ സംഘടനാ നേതാക്കളും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു വന്നു. സ്ഥിതി വഷളായതോടെ നടപടികൾ നിർത്തിവച്ച് കുടുംബത്തെയും ഹൈന്ദവ സംഘടനാ നേതാക്കളെയും DYSP ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ചർച്ചയിൽ ഇന്ന് സമാധി പൊളിക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകണ്ട. നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം പീസും ഹാർമണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. ഒരു വിദഗ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ കല്ലറ പൊളിച്ച് ബാക്കിയുള്ള പരിശോധന തുടരാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. പ്രതിഷേധം ശക്തമാക്കി കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങാനാണ് ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാനുള്ള വനം വകുപ്പ് ദൗത്യം ഊർജിതം. ഡ്രോൺ ക്യാമറ നിരീക്ഷണത്തിൽ കടുവയുടെ ദൃശ്യം ലഭിച്ചു. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം ക്ലേശകരമെന്ന് വനം വകുപ്പ് പറഞ്ഞു. കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂടുതൽ CCTVകൾ സ്ഥാപിച്ചു. പ്രദേശത്ത് ഭീതിയിലാഴ്ത്തുന്ന കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ്. കഴിഞ്ഞ 7 ദിവസത്തിനിടെ 3 ആടുകളെ കടുവ കൊന്നു. അമരക്കുനി സ്വദേശി കേശവന്റെ ആടിനെയാണ് ഇന്ന് പുലർച്ചെ കടുവ കൊന്നത്. കുങ്കിയാനകളായ വിക്രമും കോനി സുരേന്ദ്രനും കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരച്ചിലിന് വനവകുപ്പ് സംഘത്തിന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് കുങ്കികളെ വെച്ചുള്ള തിരച്ചിൽ നടന്നു. അതിനിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയുടെ ദൃശ്യം ലഭിച്ചത് വനവകുപ്പിന് ആശ്വാസമായി. ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ കടുവയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടക്കില്ല. പ്രദേശത്ത് കൂടുതൽ കൂടൊരുക്കി കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനവകുപ്പ്. ഇതിനായി കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചു. ദൗത്യം എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സൗത്ത് വയനാട് DFO പറഞ്ഞു. രാത്രി തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്ത്, അതായത് ഈ ആടിനെ പിടിച്ച സ്ഥലത്ത് നമ്മൾ കൂട് പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുകയും ഈ കടുവ പിടിച്ച ആടിനെ തന്നെ ഇരയായിട്ട് സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന കടുവ കൂട്ടിൽ ഇതുവരെ കയറിയിട്ടില്ല. കൂടിനടുത്ത് വന്നപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കൂട് വീഴുകയാണ് ഉണ്ടായത്. അത് നമുക്ക് അൺലക്കി എന്ന് പറയാം. അടഞ്ഞുപോയി. അതായത് കടുവ സൈഡിൽ കൂടെയാണ് വന്നത്. സൈഡിൽ കൂടെ വന്നപ്പോൾ ആ ട്രിപ്പ് വയറിൽ തട്ടി കൂട് അടഞ്ഞുപോയി. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് ശുഭസൂചന കൂടിയാണ്. കാരണം കർണാടക ഡാറ്റാബേസിൽ ഉൾപ്പെട്ട 12 വയസ്സുള്ള ആൺകടുവയാണ് അമരക്കുനിയിലെത്തിയത്. കടുവ ഭീതി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. വനംവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. നോർത്ത് വയനാട് RRT സംഘവും ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, വയനാട്. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം സ്വന്തമാക്കി ബാർസലോണ. 2-നെതിരെ 5 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡിനെ തകർത്ത് ബാർസലോണയുടെ ജയം. ബാർസലോണയുടെ 15ാം സൂപ്പർ കപ്പ് കിരീടമാണിത്. 5ാം മിനിറ്റിൽ തന്നെ കിലിയൻ എംബാപ്പയിലൂടെ റയൽ മുന്നിലെത്തി. 22ാം മിനിറ്റിൽ ലെമിൻ യമാലിലൂടെ സമനില പിടിച്ച ബാഴ്സ പിന്നീട് 36ാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോവ്സ്കിയുടെ പെനൽറ്റിയിലൂടെ ലീഡെടുത്തു. 2ാം പകുതി തുടങ്ങിയതും ബാഴ്സയുടെ 5ാം ഗോളും പിറന്നു. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.